നമസ്കാരം, എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇടവക്കൂറുകാരെക്കുറിച്ചാണ്. ഇടവക്കൂറുകാർക്ക് വ്യാഴമാറ്റങ്ങളെ കൊണ്ടുണ്ടാവുന്ന ഗുണദോഷങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ തന്നെ ചർച്ച ചെയ്യുന്നത്. അതിലിവിടെ ഇടവക്കൂറുകാർക്ക് ഇവിടെ തന്നെ പൊതുവെ പറയുകയാണെങ്കിൽ വ്യാഴൻ ജന്മരാശിയിലേക്ക് വന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ചെലവുകൾ കൂടുക, മനസ്വസ്ഥത കുറയുക, തൊഴിൽ രംഗത്തിൽ മെച്ചപ്പെടുക, തൊഴിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും, കാര്യസാധ്യങ്ങളുണ്ടാകും, ചില വിശേഷ ഭാഗ്യ അനുഭവങ്ങൾക്കും ഇടയുണ്ട്, ഭൂമിയിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കും, ദാമ്പത്തിക സുഖം കുറയും, കമിതാക്കളുടെ വിവാഹം നടക്കും, സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കുകയും ധനകാര്യ പ്രവർത്തനങ്ങൾ കൂടുതൽ ഭംഗിയായി നടത്താൻ സാധിക്കുകയും ചെയ്യും. പൊതുവെ സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ്. നിർബന്ധ ബുദ്ധി പ്രകടമാക്കും, ക്രൂരചിന്തകൾ മനസ്സുദിക്കുകയും ചെയ്യും. ജലമാർഗങ്ങൾ വഴിയുള്ള യാത്രകൾ ശ്രദ്ധിക്കണം. വലിയ ദുഃഖാനുഭവങ്ങൾക്ക് ഇടയുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ബന്ധുജനങ്ങളുടെ സഹായങ്ങൾ കുറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് പറയുന്നു. ഇവിടെ തന്നെ പൊതുവെ പറയുകയാണെന്ന് വെച്ചാൽ തന്നെ നമുക്ക് ഒന്നല്ലെങ്കിൽ ഈ തൊഴിൽ സംബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ നമുക്ക് നാടുവിടേണ്ടതായ അവസ്ഥകൾ വരുന്ന ഒരു കാലഘട്ടമായിരിക്കും. ധനവരവുകൾ കുറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളത് അതിലെടുത്ത് പറയേണ്ടതായ ഒരു കാലഘട്ടമാണ്. ഒരു വ്യാഴം അതിൻ്റെ സംക്രമങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ആ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേക രാശിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഗുണപരമായ സ്വാധീനത്തെ അമൃതനോട് ഉപമിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ തന്നെ നമുക്കിവിടെ തന്നെ പറയുകയാണെങ്കിൽ തന്നെ വ്യാഴ സംക്രമം പ്രത്യേകിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴസംക്രമമായതുകൊണ്ട് തന്നെ രണ്ടാമത്തെ രാശി ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ 11ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഗുണങ്ങളുണ്ടാവും. വിദേശത്തേക്ക് നമുക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശത്തെ ജോലിക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ഈ വ്യാഴൻ ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് ചില തടസ്സങ്ങൾ വരും. മഹാവിഷ്ണു അല്ലെങ്കിൽ അവതാര വിഷ്ണു എന്നീ ക്ഷേത്രങ്ങളിൽ പോയി യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്തുകൊണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. ഇപ്പോൾ വിവാഹം നടക്കുക, അതേപോലെ തന്നെ വീട് പണി നടത്തുന്നവർക്കും വളരെ അനുകൂലമായിരിക്കും. ഗൃഹാരംഭങ്ങൾക്കും ഗൃഹപ്രവേശനത്തിനും അനുകൂലമാണ്. സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് മരുന്ന് സേവിക്കുന്നതും വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. സന്താനങ്ങളുടെ പഠനത്തിനായിട്ട് നോക്കുകയാണെങ്കിലും വളരെ അനുകൂലമായിരിക്കും. സന്താനങ്ങളെ കൊണ്ട് പേരും പ്രശസ്തിയും ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ജാതകത്തിൽ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പൊതുവെ മോശമായൊരു കാലഘട്ടമാണ്. ജനപ്രതിനിധീകരണം അല്ലെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം, നിങ്ങളോടുള്ള വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെടുകയും ഉണ്ടാകും. അപവാദങ്ങൾ കേൾക്കേണ്ടതായ സാധ്യതകൾ കൂടി നമുക്ക് എടുത്തു പറയണം. മറ്റു കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു വ്യാഴൻ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് തന്നെ ലക്ഷ്മി യോഗം എന്ന് നമുക്ക് പറയാം. പണത്തിന് കഷ്ടപ്പാടുകൾ വരാം, എന്നാലും നമുക്ക് ദാരിദ്ര്യം ഒഴിവായി കിട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ളതും കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യമാണ്. വിവാഹപരമായിട്ടുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും കലഹങ്ങളും എല്ലാം മാറി ദമ്പതികൾ സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഇരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ദാമ്പത്യപരമായിട്ടുള്ളതായ അകൽച്ചകൾ, അതേപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. വളരെ അനുകൂലമായ ഒരു സമയം തന്നെ എന്ന് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. പൂർവികരുടെ അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ പിതൃദോഷങ്ങളും എല്ലാം പോയി കിട്ടുന്ന ഒരു സമയമാണ്. അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. വ്യാഴാഴ്ച ദിവസം വ്രതം എടുക്കുകയും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു അല്ലെങ്കിൽ അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയിട്ട് തുളസിമാല, പാൽപായസം, സഹസ്രനാമ പുഷ്പാഞ്ജലി, നരസിംഹക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് പാനകം എന്നീ വഴിപാടുകൾ ചെയ്തു കൊണ്ടാൽ ഇവിടെ ഈ വ്യാഴത്തിൻ്റെ ദോഷത്തിനുള്ള പരിഹാരമാവും. വ്യാഴത്തിൻ്റെ മാത്രമല്ല നമ്മൾ പറയുന്നത്, ഇവിടെ നിങ്ങൾക്ക് കണ്ടകശനിയും കൂടിയുണ്ട്. അപ്പോൾ ആ കണ്ടകശനിക്കും നമ്മൾ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് ശക്തി വഴിപാടുകളും നീലാഞ്ജനം എല്ലാം ചെയ്തു കൊണ്ടാലും ദോഷത്തിൻ്റെ കാഠിന്യം കുറയുന്നതായിരിക്കും. തൊഴിലിൽ വളരെ അനുകൂലമായ ഒരു
വളർച്ചയുണ്ടാവും, ജോലിയിൽ നല്ല കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പുതിയ ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദേശത്തേക്ക് പഠനത്തിന് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണെന്ന് പറഞ്ഞു. കാർഷിക മേഖലയിലുള്ളവർക്ക് ചില നാശനഷ്ടങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. ഈ പറഞ്ഞ വഴിപാടുകളും കാര്യങ്ങളും അതേപോലെ തന്നെ ദൈവഭക്തിയും ഉണ്ടെങ്കിൽ ദോഷത്തിൻ്റെ കാഠിന്യം കുറച്ച് നിങ്ങൾക്ക് നല്ല ഗുണങ്ങളും അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് പറയുന്നു. ജ്യോതിഷ സംബന്ധപ്പെട്ട സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പർ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.